ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 153 പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ദ ഭക്തി മൂവ്മെൻറ്റ് ഇൻ ബംഗാൾ ആൻഡ് മഹാരാഷ്ട്ര? ഭക്തി പ്രസ്ഥാനത്തിന് ബംഗാളിലും മഹാരാഷ്ട്രയിലുമുണ്ടായ പ്രധാന വളർച്ച വിവരിക്കുക. ഭക്തി പ്രസ്ഥാനം. അപ്പോൾ നമ്മളിതിന് തൊട്ട് മുമ്പ് സൂഫി പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഈ സൂഫി പ്രസ്ഥാനം എന്നുള്ളത് മുസ്ലിം മതത്തിലെ സന്യാസിമാർ അവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം. എന്നാൽ ഹിന്ദു മതത്തിൽ വളർന്നു വന്ന പ്രസ്ഥാനങ്ങളാണ് ഭക്തി പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇവ പ്രധാനമായിട്ടും ഉയർന്നു വന്നത് ബംഗാളിലും മഹാരാഷ്ട്രയിലുമാണ് ഇതിൻ്റെ ആചാര്യന്മാർ ഉണ്ടായിരുന്നത്. അവയെക്കുറിച്ചിട്ടാണ് ഈ ഒരു 3ാമത്തെ ക്വസ്റ്റ്യനിലൂടെ പറയുന്നത്. അതിൻ്റെ ആൻസർ നോക്കൂ. ബംഗാളിലെ വൈഷ്ണവ ഭക്തി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. വൈഷ്ണവ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ. അപ്പോൾ നമ്മൾ ഹിന്ദുമതത്തിൽ വ്യത്യസ്ത ദൈവങ്ങളുണ്ടല്ലോ അല്ലേ, അവരുടെ ആരാധനാമൂർത്തികൾ, അതിൽ ഒരാളാണ് ആര്? വൈഷ്ണവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈഷ്ണവരെ ആരാധിക്കുന്നവരാണ് വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ് വൈഷ്ണവ ഭക്തി എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ബംഗാളിൽ ഉണ്ടായിരുന്നത്. അവിടുത്തെ വൈഷ്ണവ ഭക്തി ഉരുത്തിരിഞ്ഞു വന്നത് ഭാഗവത പുരാണത്തിലെ വൈഷ്ണവ ഭക്തി പാരമ്പര്യവും നാഥ്പന്ഥി പാരമ്പര്യവും സ്വാധീനിച്ചിട്ടുണ്ട്. നാഥ്പന്ഥി പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവനാഥ് പന്ഥി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഗ്രന്ഥം രചയിതാവുണ്ട്. അതായത് ശിവനാഥ് പന്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, അതുപോലെ തന്നെ ഭാഗവത പുരാണം, ഇവയിൽ നിന്നെല്ലാം ഉൾക്കൊണ്ടിട്ടാണ് വൈഷ്ണവ ഭക്തി ബംഗാളിൽ വളർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ വൈഷ്ണവ ഭക്തിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ബംഗാളിൽ വൈഷ്ണവ ആരാധന ഉണ്ടായിരുന്നത്. ഈ പാരമ്പര്യങ്ങളെല്ലാം വൈകാരികമായ ഭക്തിക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. വൈകാരികപരമായ ഭക്തിയാണ് അവരിൽ ഉണ്ടായിരുന്നത്. ഇനി 12ാം നൂറ്റാണ്ടിൽ 154 പേജ് നോക്കൂട്ടോ. 12ാം നൂറ്റാണ്ടിൽ ജയദേവൻ ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ആചാര്യൻ ആയിരുന്നു. ആര്? ജയദേവൻ. മറ്റൊരു ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനാണ് ആര്? ജയദേവൻ. ഇദ്ദേഹം ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന ആചാര്യനായിരുന്നു. മിസ്റ്റിക്കുകളുടെ പ്രബോധനമായിട്ടുള്ള സ്നേഹത്തിലൂന്നിയ ഭക്തിക്കാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത് അല്ലേ. എപ്പോഴും ദൈവത്തിന് സ്നേഹത്തിലൂന്നിയ ഭക്തിക്കാണ് ഇവർ പ്രാധാന്യം നൽകിയിരുന്നത്. ഉത്തരേന്ത്യയിൽ ഏറ്റവും ജനപ്രീതി നേടിയ മറ്റൊരു വൈഷ്ണവനായിരുന്നു ചൈതന്യൻ. മറ്റൊരു ആചാര്യനാണ് ആര്? ചൈതന്യൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ജയദേവൻ എന്ന് പറഞ്ഞ ഒരു ആചാര്യനാണ്. മറ്റൊരു ആചാര്യനാണ് ചൈതന്യൻ. അദ്ദേഹവും വൈഷ്ണവ മതത്തെയാണ് മുന്നോട്ട് വച്ചിരുന്നത്. വൈഷ്ണവ ആരാധനയാണ് മുന്നോട്ട് വച്ചിരുന്നത്. പിന്നെ മാത്രമല്ല അദ്ദേഹം കൃഷ്ണാരാധനാ രീതി പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. കൃഷ്ണ ആരാധനാ രീതി പുനരുജ്ജീവിപ്പിച്ചു. അതെങ്ങനെയാണ്? തൻ്റെ മിസ്റ്റിക് അനുഭവങ്ങൾ കീർത്തനാലാപനങ്ങളിലൂടെ അദ്ദേഹം ജനപ്രിയമാക്കി. കീർത്തനങ്ങൾ ആലപിക്കുക എന്ന് പറയാലോ, ദൈവത്തെക്കുറിച്ചുള്ള സംഗീതങ്ങൾ, നല്ല കവിതകൾ രചിച്ചുകൊണ്ട് അതിനെ ആലപിക്കുക, അതിനെയാണ് കീർത്തന ആലാപനങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം അത് പാടുകയും അത് രചിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് വളരെയധികം ജനപ്രിയമാക്കുകയും ചെയ്തതാരാണ്? ചൈതന്യയായിരുന്നു. ഇങ്ങനെ സ്നേഹം, ഭക്തി, നൃത്തം, സംഗീതം ഇവയിലൂടെയെല്ലാം ആനന്ദ നിർവൃതി ഉണ്ടാകണമെന്നും സംഗീതം സംഗീതത്തിലൂടെയൊക്കെ ദൈവസാക്ഷാത്കാരം ഉണ്ടാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിനെ എങ്ങനെയെല്ലാം ആരാധിക്കാം, പ്രേമിക്കാം, ആ കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ദൈവസ്നേഹമുണ്ടാകണം, ഭക്തി ഉണ്ടായിരിക്കണം, നൃത്തങ്ങൾ
പല കലാരൂപങ്ങളും ഉണ്ടല്ലോ ഈ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്. അത്തരത്തിലുള്ള നൃത്തങ്ങൾ ഉണ്ടാകണം, അതുപോലെ സംഗീതം, ഈ കാര്യങ്ങളിലൂടെയൊക്കെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരു ദൈവത്തിൽ പരിപൂർണമായിട്ടുള്ള ഒരു ആനന്ദ നിർവൃതി ഉണ്ടാവുകയും അതിലൂടെയാണ് ഒരു മനുഷ്യന് ദൈവ സാക്ഷാത്കാരം ഉണ്ടാകുന്നത് എന്ന് വിശ്വസിച്ച് പോന്നിരുന്ന വ്യക്തിയാണ് ആര്? ചൈതന്യ എന്ന് പറയുന്ന ആരാധ്യൻ. അദ്ദേഹത്തിലൂടെ ഭക്തി പ്രസ്ഥാനം ഒരു നവീകരണ പ്രസ്ഥാനമായി വളർന്നു. നവീകരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഒരു ജനപ്രിയമായി. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി പ്രസ്ഥാനങ്ങളിലേക്ക് ഭക്തി പ്രസ്ഥാനത്തിലെ ആളുകൾ കുറവായിരുന്നു. ചൈതന്യ എന്ന് പറയുന്ന ആചാര്യൻ്റെ വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളിലെല്ലാം മാറ്റം കൊണ്ടുവന്നിട്ട് ധാരാളം ആളുകളെ ഈ പ്രസ്ഥാനം ജനപ്രിയമാവുകയും ധാരാളം ആളുകളെ ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് ബംഗാളിൽ ഉണ്ടായിട്ടുള്ള വൈഷ്ണവ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഇനി മഹാരാഷ്ട്രയിലെ പ്രസ്ഥാനത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഇവിടെ മഹാരാഷ്ട്രയിൽ ഭക്തി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത് ഭാഗവത പുരാണത്തിൽ നിന്നും ശിവനാഥ് പന്തിൽ നിന്നുമാണ് ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടത്. ഭാഗവത പുരാണത്തിൽ നിന്നും ശിവനാഥ് പന്തിൽ നിന്നുമാണ് ഇതിൻ്റെ ഭക്തി പ്രചോദനം ഉൾക്കൊണ്ടത്. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ഭക്തി ആചാര്യൻ ആരായിരുന്നു? ജ്ഞാനേശ്വറായിരുന്നു. പേരുകൾ ഓർത്തു വെക്കണേ. മഹാരാഷ്ട്രയിലെ ആചാര്യൻ ആരായിരുന്നു? ജ്ഞാനേശ്വറായിരുന്നു. ഭഗവത്ഗീതക്ക് അദ്ദേഹം ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തിനും കർമ്മത്തിനും ഭക്തിക്കും ഒരേപോലെ അദ്ദേഹം ഊന്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, കർമ്മം, ഭക്തി ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഭഗവത്ഗീതക്ക് ജ്ഞാനേശ്വർ ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. നാമദേവൻ മറ്റൊരു പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനായിരുന്നു. നാമദേവൻ കേട്ടോ. നേരത്തെ പറഞ്ഞത് ജ്ഞാനേശ്വർ, അടുത്തത് നാമദേവൻ. നാമദേവൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റൊരു പ്രധാന ഭക്തി പ്രസ്ഥാന ആചാര്യനായിരുന്നു. പേര് മറക്കരുത്, നാമദേവൻ. മറാഠിയിൽ അദ്ദേഹം രചിച്ച കവിതകൾ തീവ്രമായ ദൈവസ്നേഹത്തിൻ്റെയും അർപ്പണ മനോഭാവത്തിൻ്റെയും പ്രതീകമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട 2 ഭക്തി പ്രസ്ഥാന ആചാര്യനായിരുന്നു. ഒന്ന് ജ്ഞാനേശ്വർ, 2 നാമദേവൻ. അതുപോലെ ബംഗാളിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, 1 ജയദേവൻ, 2 ചൈതന്യൻ. പേരുകളൊന്നും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഓരോ വോയിസുകൾ കേൾക്കുക, ഭാഗങ്ങൾ കേൾക്കുക, നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കണം, അതിനൊന്നും യാതൊരു മടിയും വേണ്ട. എൻ്റെ നമ്പർ ഉണ്ടല്ലോ താഴെ, കമൻറ്റ് എഴുതേ, ഇനി അല്ലെങ്കിൽ നമ്പറിൽ ചോദിക്കുക, എന്ത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. എല്ലാ സംശയങ്ങളും തീർത്ത് തരും. ഓക്കെ, ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂട്ടോ. 154ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ. Highlight the development of new trends in Sanskrit literature during the medieval period. മധ്യകാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യത്തിലുണ്ടായ പുരോഗമനാത്മകമായ വളർച്ച ചൂണ്ടിക്കാണിക്കുക. മധ്യകാലഘട്ടത്തിലെ സംസ്കൃത സാഹിത്യ പുരോഗതിയെക്കുറിച്ചിട്ടാണ് ഇത് പറയുന്നത്. സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിലെ ഭരണഭാഷ അവരുടെ പേർഷ്യൻ ഭാഷയായിരുന്നു. എന്നാൽ സാഹിത്യ ഭാഷ ഏതായിരുന്നു? സംസ്കൃതമായിരുന്നു. ഇന്ത്യയിലെ പുരാണ അല്ലെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിലെ ഉണ്ടായിരുന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ. ഇവിടെ സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിലെ സാഹിത്യ ഭാഷ സംസ്കൃത ഭാഷയായിട്ട് തന്നെയാണ് തുടർന്നു പോന്നിരുന്നത്. ഈ കാലഘട്ടങ്ങളിൽ വിവിധ ശാഖകളിലായിട്ട് മതപരവും മതേതരപരമായിട്ടുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളൊക്കെ സംസ്കൃത ഭാഷയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സംസ്കൃത ഗ്രന്ഥങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ധാരാളം ഇറക്കിയിട്ടുണ്ട്. AD 1300 കാലഘട്ടങ്ങളിൽ കർമ്മമീമാംസയെക്കുറിച്ച്
ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ രചയിതാവാരാണ്? ആര്? പാർത്ഥസാരഥി ആയിരുന്നു. പാർത്ഥസാരഥി മിശ്ര. അദ്ദേഹം കർമ്മമീമാംസയെ സംബന്ധിച്ചുകൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ ഏത് ഭാഷയായിരുന്നു? സംസ്കൃത ഭാഷയായിരുന്നു. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് ശാസ്ത്രദീപികയാണ്. ഒന്ന് ഓർത്തു വെക്കണ്ട, ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ശാസ്ത്രദീപിക രചിച്ചത് ആരാണ്? പാർത്ഥസാരഥി മിശ്ര. ഇനി രാമാനുജൻ്റെ ബ്രഹ്മസൂത്ര വ്യാഖ്യാനങ്ങളും രചിക്കപ്പെട്ടത് ഈ കാലഘട്ടങ്ങളിലാണ്. ഇതൊക്കെ സംസ്കൃതത്തിലാണ് കേട്ടോ. രാമാനുജൻ ഗ്രന്ഥമേതാണ്? ബ്രഹ്മസൂത്ര വ്യാഖ്യാനം കേട്ടോ. അതുപോലെ ഇന്ന് ലഭ്യമായിട്ടുള്ള രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടത് ഈ കാലഘട്ടങ്ങളിലായിരുന്നു. AD 1300കളിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇതൊക്കെ ഏതിൽ തന്നെയായിരുന്നു? സംസ്കൃത ഭാഷയിലായിരുന്നു. അപ്പോൾ ഈ മധ്യകാലഘട്ടത്തിൽ സംസ്കൃത സാഹിത്യത്തിൽ വളരെയധികം സംഭാവനകളും വിപുലീകരണവും ഉണ്ടായ കാലഘട്ടമായിരുന്നു ഈ AD 1300 എന്ന് പറയുന്ന കാലഘട്ടം. അതുപോലെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് കാവ്യം, നാടകം, കഥ, വൈദ്യശാസ്ത്രം, വാനശാസ്ത്രം, സംഗീതം തുടങ്ങിയവയൊക്കെ സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങൾ ഇറക്കിയതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. പിന്നെ ധാരാളം കൃതികൾ ദക്ഷിണേന്ത്യയിലും പൂർവേന്ത്യയിലും പശ്ചിമേന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും AD 1300 കൂടി മധ്യകാലഘട്ടങ്ങളിൽ ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദു രാജാക്കന്മാരുടെ രക്ഷാധികാരത്വത്തിലാണ് ഇവ പലതും എഴുതപ്പെട്ടത്. അതായത് ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുവാനും പ്രസിദ്ധീകരിക്കുവാനൊക്കെ ധാരാളം പണം ആവശ്യമാണ്. അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ എഴുതുന്ന ഗ്രന്ഥകർത്താവിന്, എഴുതുന്ന ആളുകൾക്ക് അതിനുള്ള പണമൊന്നും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഹിന്ദു രാജാക്കന്മാരുടെ കീഴിലാണ് നടത്തപ്പെട്ടിരുന്നത്. ഇതിൻ്റെ ചെലവ് മറ്റു കാര്യങ്ങളൊക്കെ അവരാണ് വഹിച്ചിരുന്നത് എന്നർത്ഥം. അതുപോലെ സംസ്കൃത സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് ജൈനരും മികച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജൈനമത വിഭാഗങ്ങളുണ്ടല്ലോ, അവരുടെ ധാരാളം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലാണ് എഴുതിയിട്ടുള്ളത്. അവരിൽ ഏറ്റവും പ്രഗത്ഭനാണ് ഹേമചന്ദ്ര സൂരി. അദ്ദേഹം ജൈനമത വിഭാഗത്തിലെ സാഹിത്യകാരനാണ് ഹേമചന്ദ്ര സൂരി. ഇനി മാധവൻ, വല്ലഭൻ തുടങ്ങിയവർ അദ്വൈത സിദ്ധാന്ത സംബന്ധിയായ പല മഹത് ഗ്രന്ഥങ്ങൾ രചിച്ചതും ഈ ഒരു കാലഘട്ടങ്ങളിലാണ്. മാധവൻ, വല്ലഭൻ തുടങ്ങിയവർ അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചുള്ള പല പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും ഈ മധ്യകാലഘട്ടങ്ങളിലാണ് രചിച്ചിട്ടുള്ളത്. അതുപോലെ ഹിന്ദുമത സംബന്ധിയായ ധാരാളം വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഈ കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് മിതാക്ഷരം. അത് രചിച്ചതാരാണ്? വിജ്ഞാനേശ്വറാണ് കേട്ടോ. എക്സാമിനൊക്കെ ചോദിക്കുന്ന, ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വിജ്ഞാനേശ്വർ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മിതാക്ഷരം കേട്ടോ. മിതാക്ഷരം രചിച്ചതാരാണ്? വിജ്ഞാനേശ്വറാണ്. അപ്പോൾ ഇത്രയും ധാരാളം ഗ്രന്ഥങ്ങൾ മധ്യകാലഘട്ടങ്ങളിൽ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മുഗൾ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയെക്കുറിച്ചിട്ടാണ്. ആർക്കിടെക്ചർ 155 പേജ് നോക്കൂട്ടോ. ഡിസ്കസ് ദ എമർജൻസ് ഓഫ് ന്യൂ സ്റ്റൈൽ ഇൻ മുഗൾ ആർക്കിടെക്ചർ ഡ്യൂറിങ് ദ റീജൻസ് ഓഫ് അക്ബർ ആൻഡ് ജഹാംഗീർ. അക്ബറുടെയും ജഹാംഗീറിൻ്റെയും കാലത്ത് മുഗൾ വാസ്തുവിദ്യയിൽ ഉത്ഭൂതപരമായിട്ടുള്ള പുതിയ പ്രവണതകൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവകൾ ചർച്ച ചെയ്യുക. അതായത് അക്ബറുടെ അല്ലെങ്കിൽ മുഗൾ രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയെക്കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറയുന്നത്. ഇവിടെ ഹൈന്ദവ മുസ്ലിം കലാപാരമ്പര്യങ്ങളുടെ ഹൃദ്യമായൊരു സങ്കലനമാണ് മുസ്ലിം വാസ്തുവിദ്യയിൽ
മുഗൾ വാസ്തുവിദ്യയിൽ പ്രകടമാകുന്നത്. അതായത് മുഗൾ രാജാക്കന്മാർ വരുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ ഇന്ത്യയിലുള്ള ഹൈന്ദവ രാജാക്കന്മാരാണ് ഭരണം നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടങ്ങളിൽ പാരമ്പര്യമായി നിലനിന്ന് പോന്നിരുന്നത് ഹൈന്ദവ രീതിയിലുള്ള വാസ്തുവിദ്യയാണ് ഉണ്ടായിരുന്നത്. അതിലേക്കാണ് മുസ്ലിങ്ങളായിട്ടുള്ള മുഗളന്മാർ വരുന്നത്. അപ്പോൾ ഈ മുഗളന്മാരുടെ കാലഘട്ടങ്ങളിൽ അവരുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും രണ്ടും ചേർന്നിട്ടുള്ള വാസ്തുവിദ്യയാണ് വരുന്നത്. എന്താ വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് പണിയൊക്കെ നടത്തുമല്ലോ, ഓരോന്നിൻ്റെയും ഡിസൈനിങ്, അതുപോലെ നമ്മുടെ ആരാധനാലയങ്ങളുടെ ഡിസൈനിങ് അല്ലേ, ആർക്കിടെക്ചർ. ഇപ്പോൾ അമ്പലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മുസ്ലിം പള്ളി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ജൈന ബുദ്ധന്മാരുടെയൊക്കെ പള്ളികൾ, ആരാധനാലയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ്? ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഒരു ശൈലി ഉണ്ട്. അങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇവിടെ മുഗളന്മാരുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഹൈന്ദവ മുസ്ലിം കലാപാരമ്പര്യങ്ങളുടെ ഹൃദ്യമായൊരു സങ്കലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും രണ്ടും ചേർന്നതായിരുന്നു മുഗൾ വാസ്തുവിദ്യ ഉണ്ടായിരുന്നത്. നിരവധി കൊട്ടാരങ്ങളും ആരാധനാലയങ്ങളും ശവകുടീരങ്ങളും സ്മാരകങ്ങളും പൊതുകെട്ടിടങ്ങളും മുഗൾ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ നിർമ്മാണത്തിൽ ധാരാളം താല്പര്യമുള്ള ആളുകൾ തന്നെയായിരുന്നു മുഗളന്മാരിൽ മിക്ക ആളുകളും. അതിൽ പ്രധാനികളാണ് അക്ബർ, ജഹാംഗീർ. എല്ലാവരും മിക്ക ആളുകളും നിർമ്മിതികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നല്ല താല്പര്യമുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഇവർ ധാരാളം കൊട്ടാരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, ആരാധനാലയങ്ങൾ, ശവകുടീരങ്ങൾ. ഇവരുടെ ശവകുടീരങ്ങൾ പ്രത്യേകമാണ്. കാരണം എല്ലാ രാജാക്കന്മാരും അവരുടെ ശവകുടീരങ്ങൾ എന്ത് ചെയ്യും? നേരത്തെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് മരണത്തിന് ശേഷം അതിൽ അടക്കം ചെയ്യുന്ന രീതിയാണ് ഇവർക്ക് പലപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ വാസ്തുശില്പത്തിൽ അത്ഭുതവഹമായിട്ടുള്ള പുരോഗതിക്കാണ് അക്ബറുടെ കാലം സാക്ഷ്യം വഹിച്ചത്. ധാരാളം സൃഷ്ടികൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം കലയുടെ എല്ലാ അംശങ്ങളെക്കുറിച്ചും പരിജ്ഞാനമുണ്ടായിരുന്ന അക്ബർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കലാപരമായ ആശയങ്ങൾ കൊണ്ടുവന്നു. അതായത് വിദഗ്ധരായ ശില്പികളെ അദ്ദേഹം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു. ഇപ്പോൾ ഇന്ത്യയിലെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രീതിയാണല്ലോ ഉപയോഗിക്കുക. അങ്ങനെ വ്യത്യസ്ത കലാകാരന്മാരെ കൊണ്ടുവന്നു, ശില്പികളെ കൊണ്ടുവന്നു. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള പുറത്ത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ഇറാൻ, ഇറാഖ് തുടങ്ങി, അതുപോലെ തുർക്കി, ഗ്രീസ്, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം ധാരാളം വാസ്തുശില്പികളെ അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു എല്ലാം കൂടെ കൂട്ടിക്കലർത്തിയ വാസ്തുവിദ്യ പലപ്പോഴും അക്ബർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ വിദഗ്ധരായ ശില്പികളുടെ സഹായത്തോടെ അദ്ദേഹം തൻ്റെ ആശയങ്ങൾക്ക് പ്രായോഗിക രൂപം നൽകി. അക്ബർ നിർമ്മിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കെട്ടിടമാണ് ഫത്തേപൂർ സിക്രി. അദ്ദേഹം നിർമ്മിച്ച ഫത്തേപൂർ സിക്രി മഹാനായൊരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് എന്നൊരു പ്രസിദ്ധ കലാവിമർശകനായ ഫെർഗൂസൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അതായത് അത്രയും ഒരു കലാപരമായിട്ടുള്ള സൃഷ്ടിയാണ് ഇത് ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന ആ കെട്ടിടം. ഇങ്ങനെ ധാരാളം കോട്ടകളും കെട്ടിടങ്ങളൊക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായ കോട്ടയാണ് ആഗ്ര കോട്ട. ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ കലാവൈഭവം നമുക്ക് വളരെ കൃത്യമായി അറിയുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ അക്ബർ തൻ്റെ കെട്ടിടങ്ങളിൽ പലതിലും ഹൈന്ദവ ശില്പകലാശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചുള്ളത്. അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങളിലെ അലങ്കാരപ്പണികൾ ഹിന്ദു ജൈന ക്ഷേത്രങ്ങളിലെ അലങ്കാരപ്പണികളുടെ മാതൃകയാണ് ഉപയോഗിച്ചുള്ളത്. ഇത്തരത്തിൽ ഒരു അറേബ്യൻ
കലാശൈലി ഉപയോഗിക്കാതെ ശൈലി ഉപയോഗിക്കാണ്ട് വ്യത്യസ്ത ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, അതിനോടുകൂടെ തന്നെ മുസ്ലിം മതത്തിൻ്റെയൊക്കെ ശില്പകലാശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. നമ്മൾ മുമ്പ് പറഞ്ഞതായിരുന്നു, ആഗ്ര കോട്ടയിലെ ജഹാംഗീർ മഹലിലും ഫത്തേപൂർ സിക്രിയിലെ പല കെട്ടിടങ്ങളിലും ഈ ശില്പകലാ ശൈലി കാണുവാൻ സാധിക്കും. ഫത്തേപൂർ സിക്രിയിലെ അക്ബർ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ ഏറ്റവും ഗംഭീരം ജോധ്ബായുടെ കൊട്ടാരമാണ്. അതിലാണെന്നുള്ളത് ദിവാൻ ഇ ആം, ദിവാൻ ഇ കാസ്. പേര് മറന്നുപോയോ? എന്താ ദിവാൻ ഇ ആം എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയുടെ ഓഫീസ്, ദിവാൻ ഇ കാസ് എന്ന് പറഞ്ഞാലോ സ്വകാര്യ കൂടിക്കാഴ്ചക്കുള്ള ഹാള്. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ പഞ്ച് മഹൽ, ഇവയൊക്കെ അക്ബറുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നിർമ്മിതികളാണ്. ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാശൈലി നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ അക്ബറുടെ കാലത്ത് നിർമ്മിച്ച ഒരു മസ്ജിദാണ് ജാമി മസ്ജിദ്. ആ ജാമി മസ്ജിദിനെ കല്ലിലെഴുതിയ പ്രേമകാവ്യം എന്നാണ് ഫർഗൂസൻ സൂചിപ്പിച്ചിട്ടുള്ളത്. വലിയ ശില്പകലാ വിമർശകനാണ് ഫർഗൂസൻ. അദ്ദേഹം ജാമി മസ്ജിദിനെ സൂചിപ്പിച്ചത് കല്ലിലെഴുതിയ പ്രേമകാവ്യം എന്നാണ് സൂചിപ്പിച്ചത്. അതായത് അത്രത്തോളം മനോഹരമായിരുന്നു ജാമി മസ്ജിദ് എന്നാണ് പറയുന്നത്. അതുപോലെ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമായ ബുലന്ദ് ദർവാസ, ഇതൊക്കെ മുമ്പ് വന്നതാണ് കേട്ടോ. ബുലന്ദ് ദർവാസ ഗംഭീരമായൊരു കലാസൃഷ്ടിയാണ്. അതൊക്കെ അതിൻ്റെ ഡിസൈനിങ് മറ്റു കാര്യങ്ങളൊക്കെ വളരെയധികം മനോഹരമാണത്. ശില്പകലക്കുള്ള ജഹാംഗീറിൻ്റെ സംഭാവന അക്ബറിനെ സംബന്ധിച്ച് താരതമ്യേന കുറവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളിൽ 2 പ്രധാനപ്പെട്ട സൗധങ്ങൾ, 2 കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തത് സിക്കന്ദറിലെ അക്ബറുടെ ശവകുടീരം, രണ്ടാമത്തത് ഇത്മാദുദ്ദൗളയുടെ ശവകുടീരം. ഇത്മാദ് ദൗള അദ്ദേഹത്തിൻ്റെ ശവകുടീരം. ഇത് രണ്ടും വളരെ മനോഹരമായി നിർമ്മിച്ചതാണ്. ഇവ പൂർണ്ണമായും വെള്ള മാർബിളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പകലാശൈലി എന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയായിരുന്നു. ഈ മുഗൾ രാജാക്കന്മാരിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഈ വാസ്തുവിദ്യ കൊണ്ടുവന്നത് ആരാണ്? അക്ബറായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ മുഗൾ കാലഘട്ടങ്ങളിൽ എസ്പെഷ്യലി അക്ബറുടെ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയെക്കുറിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയെക്കുറിച്ചിട്ടാണ്. 156 പേജിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ. എക്സാമിൻ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ആർക്കിടെക്ചർ ഡ്യൂറിങ് സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക. ശില്പകലക്ക് ഈ കാലഘട്ടങ്ങളിൽ ധാരാളം പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിലെ വാസ്തുവിദ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഇസ്ലാമിക് രീതികളുടെ സമന്വയമായിരുന്നു. അതായത് ഈ സുൽത്താൻമാർ മുസ്ലിങ്ങളാണ് അല്ലേ. അവർ പേർഷ്യ രാജ്യത്തിൽ നിന്ന്, അതായത് അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ ഗൾഫ്, തുർക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അവിടെയുള്ളത് ഇസ്ലാമിക രീതിയാണ് ഉണ്ടായിരുന്നത്. അവർ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിലെ രാജാക്കന്മാരായിരുന്നു. ഇന്ത്യയുടെ പാരമ്പര്യ ശൈലിയാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഡൽഹി സുൽത്താൻമാരുടെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇസ്ലാമിക് രീതികളുടെ സമന്വയമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പശ്ചിമേഷ്യയിലെയും മധ്യേഷ്യയിലെയും വിവിധ ഭാഗങ്ങളിലുള്ള ശില്പകലാരീതികൾ അറബികളും തുർക്കികളും പാഴ്സികളും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഏഷ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വാസ്തുവിദ്യ, അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളുടെ വാസ്തുവിദ്യ, അതൊക്കെ എവിടെ കൊണ്ടുവന്നു? ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള വാസ്തുവിദ്യ രീതിയാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത്. ഈ രീതികളും ഇന്ത്യൻ കലയുടെ വിവിധ പ്രാദേശിക രീതികളും കൂടിച്ചേർന്ന്
വാസ്തുശില്പയുടെ ഒരു പുതിയ മാതൃക രൂപം കൊള്ളുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്ത്യയിലെയും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലെയും വാസ്തുവിദ്യകൾ എല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക തരം വാസ്തുവിദ്യയാണ് സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇതിനുള്ള മികച്ച ഉദാഹരണമാണ് കുത്തബ് മിനാറിനോട് അടുത്തുള്ള കുവാത്തുൽ ഇസ്ലാം പള്ളി. കുവാത്തുൽ ഇസ്ലാം പള്ളി അത് ഡൽഹി മാതൃകയുടെ ഒരു ഉത്തമ ഉദാഹരണമാണ്. അതിലെ ഓരോ ഭാഗങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള വാസ്തുശില്പികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ജുമാ മസ്ജിദ് അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കമാനങ്ങളും താഴികക്കുടങ്ങളും അടങ്ങുന്ന മധ്യകാല വാസ്തുശില്പിയുടെ സവിശേഷതയായിരുന്നു ഈ കമാനങ്ങൾ, താഴികക്കുടങ്ങൾ അല്ലേ. കമാനങ്ങൾ ഇപ്പോൾ പള്ളിക്ക് മുമ്പിലായിട്ടൊന്നുണ്ടായിരിക്കും, ഓരോ ഗേറ്റിനോട് ചേർന്നിട്ട് കമാനങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ പള്ളിയുടെ മുകൾ ഭാഗത്തായിട്ട് താഴികക്കുടങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രത്യേകതയാണ് കമാനങ്ങളും താഴികക്കുടങ്ങളും. മധ്യകാല വാസ്തുശില്പകലയുടെ സവിശേഷതയാണ്. സമചതുരാകൃതിയിലുള്ള കെട്ടിടത്തിന് മേൽ വൃത്താകൃതിയിലുള്ള താഴികക്കുടങ്ങൾ സ്ഥാപിക്കുന്നതിന് പല പരീക്ഷണങ്ങളിലും ആ കാലഘട്ടങ്ങളിൽ നടത്തിയതായി കാണുവാൻ സാധിക്കും. ഈ കമാന താഴികക്കുട രീതിയുടെ ഒരു ഗുണം മേൽക്കൂര താങ്ങാൻ വേണ്ടി നിരവധി തൂണുകളുടെ ആവശ്യം ഇതിന് വരുന്നില്ല. ഇപ്പോൾ ഈ താഴികക്കുടങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, 4 തൂണുകൾ വെച്ചാൽ മതി, അത്ര ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മുസ്ലിം പള്ളികൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊരു താഴികക്കുടം കണ്ടിട്ടില്ലേ. ആ രീതി കൊണ്ടുവന്നത് ആരാണ്? ഈ ഡൽഹി സുൽത്താൻമാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ കമാനങ്ങളിലൊക്കെ ധാരാളം അലങ്കാരപ്പണികളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ അലങ്കാരപ്പണികളിലൊന്നും മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രൂപം കാണുവാൻ സാധിക്കുകയില്ല. അതിനുള്ള കാരണം ഇത്തരം രൂപങ്ങൾ, ചിത്രങ്ങളൊക്കെ വരയ്ക്കൽ അനിസ്ലാമികമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ടാണ് മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഒന്നും രൂപങ്ങളോ ചിത്രങ്ങളോ ഒന്നും ഈ താഴികക്കുടങ്ങളിലോ അല്ലെങ്കിൽ കമാനങ്ങളിലൊന്നും കാണാതിരുന്നത്. എന്നാൽ ഇതിന് പകരമായിട്ട് പുഷ്പങ്ങളുടെ ചിത്രങ്ങളും അതുപോലെ ഖുർആൻ വാക്യങ്ങൾ വളരെ മനോഹരമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതന്നെ ഒരു ചിത്രരൂപത്തിലൊക്കെ ഖുർആനിലെ ഓരോ വാക്യങ്ങളുണ്ടല്ലോ, അത് എഴുതി വെക്കാറാണ് ഉണ്ടായിരുന്നത്. ഈ അലങ്കാരപ്പണിക്ക് തുർക്കികൾ ഇന്ത്യൻ രീതി കടം വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പ്രത്യേക രീതിയാണ് സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അപ്പോൾ നോക്കൂ, അറബി ലിപി തന്നെ ഒരു അലങ്കാരമായി മാറ്റുകയാണ് ചെയ്തത്. അലങ്കാരപ്പണിക്ക് തുർക്കികൾ ഇന്ത്യൻ രീതി കടം വാങ്ങുകയാണ് ചെയ്തത്. ഇതിനായി അവർ ഇന്ത്യൻ ശില്പ വിദഗ്ധരുടെ സേവനമാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആ ഡിസൈനിങ് ആരാ നടത്തിയത്? ഇന്ത്യയിലുള്ള ശില്പികളാണ് ആ ഡിസൈനിങ് നടത്തിയത്. അതുപോലെ ചുവന്ന നിറം കിട്ടുവാൻ വേണ്ടിയിട്ട് തുർക്കികൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെങ്കല്ലുകൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. തുർക്കികളുടെ ഏറ്റവും ഗംഭീരമായ നിർമ്മിതിയാണ് കുത്തബ് മിനാർ അല്ലേ. കുത്തബ് മിനാറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചുവപ്പ് കളറാണല്ലോ. അതെങ്ങനെയാണ് വന്നത്? ഈ ചെങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിപ്പോൾ പിന്നെ കുറേ പെയിൻ്റൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അതത്ര പെയിൻ്റൊക്കെ പോയി കഴിഞ്ഞാലും അതിൻ്റെ ബേസിക്കലി കളർ എന്തായിരിക്കും? ചുവപ്പ് കളറാണ്. അതുപോലെ ചെങ്കോട്ട കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ചെങ്കോട്ട ചുവപ്പാണ്. അത് ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കിക്കാണ്. ഇനി അതിൻ്റെ മുഴുവൻ പെയിൻറ്റ് പോയി കഴിഞ്ഞാലും ബേസിക്കലി അതെങ്ങനെയാണ്? ചുവന്ന കളറായിരിക്കും. ചുവന്ന കട്ട കൊണ്ട്, ചുവന്ന കല്ലുകൊണ്ട്, ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ചുവപ്പ് കളർ കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ ചെങ്കല്ലുകൾ കൊണ്ടാണ് ഇത്തരം കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത്. ഇങ്ങനെ ഇവരുടെ ധാരാളം കെട്ടിടങ്ങൾ കേട്ടോ. ശേഷം ഇതൊക്കെ പറയുന്നുണ്ട്, ഞാനതൊന്ന് വായിച്ചു പോകാം. ബദാവൂരിലെ, അതായത് UP-യിലാണ് കേട്ടോ, കെട്ടിടങ്ങളും പള്ളികളും നാഗൂരിലെയും ഹാൻസിയിലെയും മനോഹരങ്ങളായ കവാടങ്ങളും തുർക്കികളുടെ മനോഹരമായ നിർമ്മിതികളിൽ പെടുന്നുണ്ട്.
അതുപോലെ ഇൽത്തുമിഷിൻ്റെ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ്. അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൻ്റെ നിർമ്മാണത്തിലും ശില്പകലയുടെ ഹിന്ദു മുസ്ലിം പാരമ്പര്യം കാണുവാൻ സാധിക്കും. അപ്പോൾ ഇൽത്തുമിഷ് എന്ന് പറയുന്ന ഭരണാധികാരിയും ഹിന്ദു മുസ്ലിം ശില്പകലാ രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി അതിൻ്റെ താഴത്ത് നോക്കൂ. നിർമ്മാണ പ്രവർത്തനത്തിൽ തുഗ്ലക്കുകളും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഡൽഹി സുൽത്താൻമാരുടെ ഓരോ വിഭാഗങ്ങളെക്കുറിച്ച് പറയാണ്. തുഗ്ലക്കുകളായിട്ടുള്ള വിഭാഗം അതിൽപ്പെട്ടതാണ് ഗിയാസുദ്ദീൻ ബാൽബൻ, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. അവരൊക്കെ നിർമ്മിച്ചിരുന്ന അവരുടെ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ, തുഗ്ലക്ക് ബാദ് എന്ന കൊട്ടാരം, കോട്ട സമുച്ചയം, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അതിനു ചുറ്റും വിശാലമായ ഒരു തടാകവും തടാകവും നിർമ്മിച്ചിട്ടുണ്ട്. ഇവരുടെ വാസ്തുവിദ്യയുടെ വേറൊരു പ്രധാനപ്പെട്ട സവിശേഷത ചെരിഞ്ഞ ചുമരുകളാണ്. ചുമരുകൾ എങ്ങനെയായിരിക്കും? ചെരിഞ്ഞിട്ടായിരിക്കും. ഇതിനെന്താണ് പറയുക? ബാട്ടർ എന്നാണ് പറയുന്നത്. ഇതിനെന്ത് പറയുന്നു? ബാട്ടർ എന്ന് പറയുന്നു. അതുപോലെ കമാനം, ലിൻഡൽ, ഉത്തരം എന്നീ നിർമ്മാണ സാങ്കേതിക വിദ്യകളെ തുഗ്ലക്കുകൾ സമന്വയിപ്പിച്ചു. ഇപ്പോൾ നമ്മൾ കമാനം ഉണ്ടാക്കുക, അതുപോലെ ലിൻഡൽ വാർപ്പ്, നമ്മൾ ചുമരിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടാക്കും? ഒരു വാർപ്പ് ഉണ്ടാക്കുമല്ലോ. ഇതൊക്കെ ആരാണ് കൊണ്ടുവന്നത്? ഈ തുഗ്ലക്കുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ മെയിൻ വാർപ്പ്, ഉത്തരം, ഏറ്റവും ടോപ്പിൽ എന്ത് ചെയ്യുക? സ്ലാബ് വാർത്ത് വിടുമല്ലോ. അപ്പോൾ ഈ സംഗതികളെ കൊണ്ടുവന്നത് ആരാണ്? തുഗ്ലക്കുകളായിരുന്നു. അതുപോലെ ഇത്തരത്തിലുള്ള ഓരോ വിഭാഗങ്ങളും സാങ്കേതിക വിദ്യയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ നിർമ്മിതികളിൽ ഈ സമന്വയ രീതി നമുക്ക് കാണുവാൻ സാധിക്കും. ഫിറോസ് ഷാ കോട്ട ഇതിനൊരു ഉദാഹരണമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഹൗസ് കാസി എന്ന് പറയുന്ന ഒരു കെട്ടിടം ഒന്നിടവിട്ട നിലകളിൽ കമാനവും ലിൻഡലും ഉത്തരങ്ങളും കാണുവാൻ സാധിക്കുന്നതാണ്. അതായത് ഒന്നിടവിട്ട താഴെയുള്ള കെട്ടിടത്തിനുണ്ട്, രണ്ടാമത്തെ നിലക്കില്ല, മൂന്നാമത്തതിന്, അങ്ങനെ ഒന്നിടവിട്ട കെട്ടിടങ്ങളിൽ കമാനങ്ങളും ലിൻഡലുകളും ഉത്തരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ വില കുറഞ്ഞ ചാരനിറത്തിലുള്ള ഒരു തരം കല്ലുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ചാരനിറം, ഇവർ നേരത്തെ പറഞ്ഞത് ചുവപ്പ് കളറായിരുന്നു, ഇതൊരു ചാരനിറത്തിലുള്ള കല്ലുകളാണ് ഇവർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി തുഗ്ലക്കുകൾ കാലഘട്ടങ്ങളിൽ ധാരാളം പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട്. അവർ പക്ഷേ ചെത്തിത്തേക്കാത്ത കല്ലുകളാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ചെത്തിമിനിക്കുമല്ലോ, അപ്പോൾ ചെത്തിമിനിക്കാത്ത കല്ലുകളാണ് അവർ നിർമ്മിച്ചിരുന്നത്. ഇനി 158 പേജ് നോക്കൂട്ടോ. അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ഭംഗി ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെങ്കല്ലൊക്കെ ചെത്തിമിനിക്ക് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനാണ്. പക്ഷേ ഈ ഫിറോസ് ഷാ ഉൾപ്പെടെയുള്ള തുഗ്ലക്ക് വിഭാഗങ്ങൾ ചെത്തിത്തേക്കാത്ത കല്ലുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗിയും വളരെയധികം കുറവായിരുന്നു. ഇനി അടുത്ത വിഭാഗമായിരുന്നു ലോധി വംശം. ഈ ലോധി വംശങ്ങളും ധാരാളം കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അവർ പാറക്കഷ്ണങ്ങളോ ചെത്തിത്തേക്കാത്ത കല്ലോ ആണ് ഉപയോഗിച്ചിരുന്നത്. കൂടുതലായിട്ട് പാറകൾ അതുപോലെ തന്നെ ചെത്തിത്തേക്കാത്ത കല്ലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇരട്ട താഴികക്കുടങ്ങൾ എന്ന രീതി അവതരിപ്പിച്ചത് ഇവരാണ്. അതായത് അക്ബറുടെ കാലഘട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഡൽഹി സുൽത്താൻമാരുടെ കാലഘട്ടങ്ങളിൽ തുടക്കത്തിലൊക്കെ ഒരു താഴികക്കുട ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ലോധി വംശത്തിൻ്റെ കാലഘട്ടങ്ങളായപ്പോൾ അവർ ഇരട്ട താഴികക്കുടങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങി. അതായത് ഒരു പള്ളിക്ക് മുകളിൽ തന്നെ എന്ത് ചെയ്യുക? 2 താഴികക്കുടങ്ങൾ നിർമ്മിക്കുക. ഈ രീതി അവതരിപ്പിച്ചത് ആരായിരുന്നു? ലോധി വംശത്തിൽപ്പെട്ട ആളുകളായിരുന്നു. പിന്നെ മറ്റൊന്ന് അഷ്ടകോണാകൃതിയിലുള്ള ശവകുടീര നിർമ്മാണമായിരുന്നു ലോധി വംശത്തിന് മറ്റൊരു സംഭാവന. അതിന് ചുറ്റുമായിട്ടും ഒരു വരാന്തയും ഉണ്ടായിരുന്നു. മഴയും വെള്ളവും കൊള്ളാതിരിക്കുവാൻ വേണ്ടി ചെരിഞ്ഞ ഇറയും അവർ നിർമ്മിച്ചു. ഇറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഓടൊക്കെ ചെരിച്ച് വെക്കുമല്ലോ, അങ്ങനെ ചെരിച്ചിട്ടാണ് വെച്ചിരുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകും. ഇങ്ങനെയുള്ള രീതിയാണ് ലോധി വംശത്തിൽപ്പെട്ട ആളുകൾ ഉപയോഗിച്ചിരുന്നത്.
ഉയർന്ന തറയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. അതായത് ആദ്യം തറ ഉയർത്തി നിർമ്മിക്കുക, അതിൻ്റെ മുകളിൽ കെട്ടിടം നിർമ്മിക്കുന്നു. പ്രത്യേകിച്ച് ശവകുടീരങ്ങൾ പണിയുന്ന ഒരു രീതി ലോധി കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ എന്തു ചെയ്യുക, തറ ഭൂമിയിൽ നിന്ന് കുറച്ചധികം എന്തു ചെയ്യും, ഉയർത്തും. എന്നിട്ട് അതിൽ ശവകുടീരം അടക്കം ചെയ്യും. അതിൻ്റെ മുകളിലേക്കാണ് പിന്നീട് എന്ത് നിർമ്മിക്കുന്നത്, അവരുടെ ആ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുകയും പൂന്തോട്ടങ്ങളുടെ മധ്യത്തിൽ കല്ലറകൾ സ്ഥാപിക്കുന്ന പതിവും ലോധികൾക്ക് ഉണ്ടായിരുന്നു. ഇതിന് മികച്ച ഉദാഹരണമാണ് ഡൽഹിയിലെ ലോധി ഗാർഡൻ. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, ഡൽഹി ആ ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കാണാൻ സാധിക്കും ഈ മുൻകാലങ്ങളിലെ സുൽത്താൻമാരുടെ ശവകുടീരങ്ങൾ. അത് മ്യൂസിയമായിട്ടും അതുപോലെ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ടൊക്കെ ഇപ്പോഴും പലതും സംരക്ഷിച്ച് പോരുന്നുണ്ട്. അപ്പോൾ അത് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നിർമ്മിതിയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാകും. അവർ ഈ നിർമ്മാണത്തിലും ശില്പകലാ വിദ്യയിലേക്ക് എത്രത്തോളം പ്രാധാന്യം അവർ കൽപ്പിച്ചിരുന്നെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ഡൽഹി സുൽത്താൻമാരുടെ വാസ്തുവിദ്യ, ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് 160-ാമത്തെ പേജിൽ 9-ാമത്തെ ക്വസ്റ്റ്യനാണ്. ഹു വാസ് അമീർ ഖുസ്രോ? ഹൈലൈറ്റ് ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേർഷ്യൻ ലിറ്ററേച്ചർ. അമീർ ഖുസ്രു ആരായിരുന്നു? പേർഷ്യൻ സാഹിത്യത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്തെല്ലാം? അമീർ ഖുസ്രുവിനെ കുറിച്ച് പറയാണ്. പശ്ചിമ യു-പിയിലെ പാട്യാല എന്ന സ്ഥലത്താണ് 1252 അമീർ ഖുസ്രു ജനിക്കുന്നത്. ജനനം 1252, പാട്യാല യു-പിയിലെ പശ്ചിമ യു-പിയിലെ ഒരു സ്ഥലമാണ്. 1252 അമീർ ഖുസ്രു ജനിക്കുന്നത്. അദ്ദേഹം ഒരു സാഹിത്യകാരനായിരുന്നു. ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എല്ലാ കാവ്യശാഖകളിലും അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അതായത് കഥ, കവിത, സാഹിത്യം, നാടകം എന്നൊക്കെ പറയില്ല, ഇത്തരത്തിൽ എല്ലാ മേഖലയിലും നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് സബാക്ക് ഇ ഹിന്ദ്, ഇന്ത്യൻ ശൈലി എന്ന പുതിയൊരു പേർഷ്യൻ ശൈലി അദ്ദേഹം കൊണ്ടുവന്നു. അതായത് അദ്ദേഹം പേർഷ്യ ശൈലിയെ ഇന്ത്യൻ ശൈലിയിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആര്? അദ്ദേഹം. സബാക്ക് ഇ ഹിന്ദ് എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹം ഉണ്ടാക്കി. അതുപോലെ വിവിധ വിഷയങ്ങളിലായിട്ട് അദ്ദേഹം 99ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. 99ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കൃതികളാണ് ഗസൈനുൽ ഫുട്ടൂഹ്, തെറിഖ് ഇ അലൈ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 1325 അദ്ദേഹം മരണപ്പെടുന്നത്. ഇപ്പോൾ ചുരുക്കത്തിൽ അമീർ ഖുസ്രു വലിയ പ്രശസ്തനായിട്ടുള്ള സാഹിത്യകാരനാണ്. ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 1325 നിര്യാതനാകുന്നത്. ഗസൈനുൽ ഫുട്ടൂഹ്, തെറിഖ് ഇ അലൈ തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം. നോട്ട്സൊക്കെ എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, ശരി.